സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗലാത്യ ലേഖനത്തിൽ നിന്നാണല്ലോ നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവത്തിന് കൃപ തോന്നി. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 1-2 അധ്യായങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിച്ചാണല്ലോ. 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ലേഖനമാണ് നമ്മൾ പഠിച്ചു. അത് ഗലാത്യ സഭകൾക്ക് ഒരു സഭയല്ല, സഭകൾക്ക് എഴുതുന്നതാണ്. താൻ സുവിശേഷിക്കുന്ന അല്ലെങ്കിൽ താൻ വിശ്വസിച്ച ദൈവകൃപയുടെ സുവിശേഷത്തെ കുറിച്ചാണ് താൻ അത് പറയുന്നത്. ഗലാത്യയിലെ വിശ്വാസികൾ സുവിശേഷത്തിൽ വിശ്വസിച്ചവരാണ്. പൗലോസ് അപ്പോസ്തലനാൽ സ്ഥാപിതമായ സഭയാണ്. എന്നിട്ടും അവരുടെ ശൈശവ പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ ആരംഭത്തിൽ തന്നെ അവർ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ക്രിസ്തുവിനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുവാനായിട്ട് ഇടയായി തീർന്നു. പൗലോസ് അപ്പോസ്തലൻ അത് കഴിഞ്ഞിട്ട് താൻ എങ്ങനെയാണ് ക്രിസ്തുവിലേക്ക് വന്നതെന്നും തൻ്റെ ആ ക്രിസ്തുവിന് ജാതികളുടെ അപ്പോസ്തലനായി തീർന്നതും മൂലം ദൈവസഭയ്ക്കുണ്ടായ ദൈവരാജ്യ മഹത്വത്തിന് അത് കാരണമായി തീർന്നു എന്നും പറയുന്നു. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന പൗലോസ് അപ്പോസ്തലൻ യെരൂശലേമിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പത്രോസ് അന്ത്യോക്യയിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായ ചില സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. 2 അപ്പോസ്തലന്മാർ തമ്മിലുള്ള സംവാദത്തെ കുറിച്ച് നാം പഠിച്ചു. സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് നേരായി നടക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് നാം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നാം പഠിച്ചത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ക്രിസ്ത്യാനിറ്റിയുടെ കേന്ദ്ര ബിന്ദു, വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പഠിച്ചു. ഇപ്പോഴൊക്കെ ക്രൂശില്ലാത്ത ക്രിസ്തുവിനെയാണ് എല്ലായിടത്തും പ്രസംഗിക്കപ്പെടുന്നത്. അവർ വേറെ സുവിശേഷത്തിലേക്ക് പോകുന്നു, വേറെ ക്രിസ്തുവിലേക്ക് പോകുന്നു ഒക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വിശ്വാസത്താലാണ് മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് യഹൂദനാണെങ്കിലും ജാതിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരും എല്ലാവർക്കും രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ലെവൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കാൻ ഇടയാത്തുള്ളൂ. വിശ്വാസം എന്ന ഏകമാർഗം, യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസം എന്ന ഏകമാർഗം. 3-ാം അധ്യായത്തിലെ പൗലോസ് അപ്പോസ്തലൻ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടു, 1-ാമത്തെ അധ്യായത്തിൽ അവരുടെ ആ പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുകയാണ് ചെയ്ത്. അവരോട് 3-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, അവരെ വിളിക്കുന്നത് തന്നെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നാണ് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ അവരുടെ ബുദ്ധിഹീനതയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ 1-ാം അധ്യായത്തില് നമ്മൾ കാണുന്നത് ഗലാത്യ ക്രിസ്ത്യാനികളോട് പൗലോസിന്റെ ഒരു വാദമാണ്. അവരുടെ ബുദ്ധിഹീനതയിലേക്ക് അവർ തിരിയുമ്പോൾ അവരോട് പൗലോസ് അപ്പോസ്തലൻ വാദിക്കുക എന്ന് വെച്ചാൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക്, അവരുടെ ആ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തു നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നത് എന്ന അവസ്ഥയിലേക്ക് അവരെ ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷം 14 വരെയുള്ള വാക്യങ്ങൾ, 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അവരുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ വിശ്വാസത്താൽ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് പറയുന്നു. അതിനുശേഷം യുക്തിപരമായ കാര്യങ്ങൾ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് കാണുന്നു. നമുക്ക് അതിനകത്ത് പിന്നെ കാണുന്നത്, പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കുകയാണ്, വിശ്വാസമുള്ള നീതീകരണം എന്താണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ന്യായപ്രമാണത്തിന്റെ ബലഹീനതയും വാഗ്ദത്തത്തിന്റെ ഔന്നത്യത്തെ കുറിച്ച് പറയുന്നു. വാഗ്ദത്തം എത്ര, ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര പ്രധാനപ്പെട്ടതാണെന്നും ന്യായപ്രമാണം എത്ര ബലഹീനമാണെന്നും അവരോട് പറയുകയാണ് ചെയ്യുന്നത്. കാരണം അവര് ക്രിസ്തുവിനെ വിട്ട് വേറെ സുവിശേഷത്തിലേക്ക് പോയി. യഹൂദന്മാർ കള്ള ഉപദേഷ്ടാക്കൻ വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിലെ വിശ്വാസം മാത്രമല്ല, ന്യായപ്രമാണത്തിന്റെ ചില പ്രവൃത്തികളൂടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറയില്ല, പ്രവൃത്തിയാൽ ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നു. ക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമേ ഉള്ളൂ നീതീകരണം എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അത് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് ചൂണ്ടിക്കാട്ടുന്നതാണ്. അപ്പൊ ആ ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷയിലേക്ക് വരുന്നത് എന്നാണ് ആ 1-ാമത്തെ 5 വാക്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഞാൻ ആദ്യത്തെ വാക്യം വായിക്കാം.
ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പ് വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള വാക്കാണ് ഇതില്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഒരു ദൈവ ശുശ്രൂഷൻ ഇങ്ങനെ പറഞ്ഞു, ബുദ്ധിയില്ലാത്ത വിശ്വാസികളെ എന്ന്. അന്ന് ഗലാത്യരെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മളെ തന്നെ അങ്ങ് വിളിച്ചാൽ മതി, നമ്മുടെ പേരിട്ട് വിളിച്ചാൽ മതി. ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ബുദ്ധിയില്ലാത്ത, നിങ്ങളുടെ പേരും എന്റെ പേരും ഒക്കെ ഇട്ടു, കുഴപ്പമില്ല. ഓക്കെ. അപ്പം ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നാണ് വിളിക്കുന്നത്. അവരോട് പറയുകയാ, നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇത്രയെല്ലാം വെറുതെ നിങ്ങൾ ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ ആണോ നിങ്ങൾ ഇത്രയെല്ലാം അനുഭവിച്ചത്? എന്തുകൊണ്ടാണ് അവരെ ബുദ്ധിഹീനർ എന്ന് വിളിക്കുന്നത്? ബുദ്ധിയില്ലാത്തവരെ. അവർ മന്ദബുദ്ധികളാണെന്നോ വിവരമില്ലാത്തവരാണെന്നോ അല്ല പറയുന്നത്, അവരുടെ ബുദ്ധിശൂന്യതയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെന്താ ബുദ്ധി ഇല്ലാത്തവരാകാൻ കാരണം? അവര് ദൈവത്തിന്റെ കൃപയാൽ ആരംഭിച്ചതാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അവരാര് യഹൂദന്മാരായിരുന്നിട്ട് അവർക്ക് പ്രമാണം ഉണ്ടായിട്ടൊന്നും അവര് ദൈവത്തിങ്കലേക്ക് വന്നവരല്ല. അവര് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. വിശ്വാസത്താലാണ് ജാതികളായിരുന്നവർ ബഹുദന്മാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലും അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രമാണം അവർക്കില്ലായിരുന്നു. അങ്ങനെയുള്ളവർ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. എന്താ ഇപ്പൊ പറ്റിയത്? അവര് ബുദ്ധി ഇല്ലാത്തവരായി തീർന്നെ. അവരെ വിളിച്ച ക്രിസ്തുവിനെ വിട്ട് വേറൊരു ക്രിസ്തുവിലേക്ക് പോയി. പെട്ടെന്ന് പോയി അവര് വേറൊരു സുവിശേഷത്തിലേക്ക് പോയി. പൗലോസ് പറയുന്നത് അത് സുവിശേഷം എന്നൊന്നും അല്ല, അത് സുവിശേഷമേ അല്ല. സുവിശേഷമാണെങ്കിൽ അത് ഗുഡ് ന്യൂസ് ആണ്. ഇത് നല്ല വിശേഷമേ അല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞവർ, ആ സ്വർഗീയ ദാനം അനുഭവിച്ചവർ, പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടവർ, ഇതൊന്നുമില്ലാതെ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലേക്ക് പോകുന്ന അവസ്ഥയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ ഗലാത്യർ 1:6-7 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നിട്ട് അവരോട് 1 മുതൽ 5 വരെയുള്ള വാക്കിൽ പറയാം, നിങ്ങളെ ക്രിസ്തുവിനെ ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. അതാണ് സുവിശേഷത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നു. നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു, അല്ലെ സഹിച്ചു, നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു, എന്നിട്ട് ഇതെല്ലാം അനുഭവിച്ചത് നിങ്ങൾ വെറുതെയോ എന്ന് അവരോട് ചോദിക്കുന്നു. ഇതൊന്ന് ചിലർ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 6 ഒരു സിംഗുലർ ഫ്രേസാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് സാത്താനാണ് മയക്കുന്നത്, അല്ലേ? അതിന്റെ പിറകിൽ ആൾക്കാരുണ്ട്. അവിടുത്തെ ഫോൾസ് ടീച്ചേഴ്സ് ആണെങ്കിൽ, കള്ള ഉപദേഷ്ടാക്കന്മാരാണെങ്കിൽ തന്നെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്, അന്ധകാരത്തിന്റെ ശക്തി. അതാണ് ദൈവവചനത്തിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായി തീർന്നത്. അവർക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ അവർ അതിൽ നിൽക്കാത്തവരാണ്. അതാണ് ബുദ്ധിഹീനർ എന്ന് പറയുന്നത്. പാപത്തിന്റെ പ്രമാണത്തിലായിരിക്കും. ഒരിക്കൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിലായവർ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ വന്നവർ വീണ്ടും പാപത്തിന്റെ പ്രമാണത്തിലേക്ക് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. ബുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ വിശ്വാസഗോളത്തിലെ നമ്മൾ പറയുന്ന ബുദ്ധി എന്ന് പറഞ്ഞാല് നമ്മൾ പുസ്തകം കൊണ്ട് ഒക്കെ പഠിക്കുന്ന ബുദ്ധിയൊന്നും അല്ല. ദൈവവചന പ്രകാരമുള്ള ജ്ഞാനത്തെയാണ് ഇവിടെ ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാ, വചന പ്രകാരമുള്ള ജ്ഞാനത്തെയാണ് ഇവിടെ ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിഹീനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജഡീകരാ. ഇന്നും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്ന. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ പോലെ, കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ചിലർ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നുണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ബുദ്ധി ഇല്ലാത്തവർക്ക് വെച്ച് ജഡീകരൻ. കൊരിന്ത്യലേഖനം പറഞ്ഞു, നിങ്ങൾ ബുദ്ധിക്ക് കുഞ്ഞുങ്ങളാകരുത്,
ബുദ്ധിക്ക് മുതിർന്നവരാകുവീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജ്ഞാനത്തിൽ വളരുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവീക പരിജ്ഞാനത്തിൽ വളരുക. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവും ചിലരെ ബുദ്ധിഹീനർ എന്ന് വിളിക്കുന്നുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം എമ്മുവസിലേക്ക് യാത്രയായ ശിഷ്യന്മാർക്ക് താൻ പ്രത്യക്ഷനാവുമ്പോൾ അവരോട് പറയുന്നുണ്ട് 24-ന്റെ 25, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അവർ ശിഷ്യന്മാരായിരുന്നു. അവരിതെല്ലാം കണ്ടു. ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒക്കെ കണ്ടിട്ട് അവിടെ യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോയത്. പക്ഷെ അവരുടെ കൂടെ നടന്ന് അവരെന്നിട്ട് പറയുകയാണ്, ആ കർത്താവ് ബാധിച്ചും കൊണ്ട് പോവുകയാണ്, അവിടെ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചൊക്കെ. അപ്പൊ അവരോട് ചേർന്ന് കർത്താവ് നടന്നിട്ട് അവരോട് പറയാം, സങ്കീർത്തനങ്ങളും പ്രവാചകന്മാരിലും മറ്റൊക്കെ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാകുന്നില്ല. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പുസ്തകം പറയുന്നത് അനുസരിക്കാത്തവരെയാണ്. അവർക്കെല്ലാം അറിയാം, പക്ഷെ അനുസരണമില്ല. ബുദ്ധിഹീനർ എന്ന് പറയുന്നത് പുസ്തകം പറയുന്നത് അനുസരിക്കാത്തവരെയാണ് ബുദ്ധിഹീനർ എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? ദൈവത്തെ അവർക്ക് മനസ്സിലായി. എങ്ങനെയാ? കർത്താവ് ബുദ്ധിയെ തുറന്നപ്പോൾ അവർക്കിത് മനസ്സിലാകുവാനായിട്ടിട എന്ന് പറഞ്ഞാൽ, ആ ദൈവികമായ പ്രകാശനം മനസ്സിലായപ്പോൾ, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർക്ക് മനസ്സിലായപ്പോൾ, കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നപ്പോൾ അവർക്ക് കൂടെ നിൽക്കുന്ന കർത്താവിനെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നു. ഇവിടെ ബുദ്ധിഹീനരെ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എങ്കിലും നിങ്ങൾ പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയി, പുസ്തകം പറയുന്നു ഇപ്പോൾ നിങ്ങൾ അനുസരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വായിക്കുന്നില്ല, ബുദ്ധികെട്ടവരും അനുസരണ ഇല്ലാത്തവരെ എന്നാണ് പറയുന്നത്. അപ്പം ബുദ്ധിക്ക് ചേർന്ന് പോകുന്നതാണ് അനുസരണം. ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, അത് അനുസരണത്തിലേക്ക് അവസാനിക്കണം. പുസ്തകം പറയുന്നു, നാം വിശ്വസിക്കുക, അതുപോലെ അനുസരിക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ഗലാത്യരുടെ ഈ ഒരു പ്രതികരണം പൗലോസിനെ വളരെ ബുദ്ധിമുട്ടിലാക്കി, അല്ലെങ്കിൽ ഒരു ഷോക്കിലാക്കി കളഞ്ഞു. കാരണം നല്ലോണം വിശ്വാസത്താൽ ആരംഭിച്ചത്, ആത്മാവിനാൽ ആരംഭിച്ചത് ഒരു ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്ന അവസ്ഥയിലായി തീർന്നിരിക്കുകയാണ് ജനം. അപ്പം എന്നിട്ട് അവരോട് ചോദിക്കുക, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കി. അപ്പം ഞാൻ പറഞ്ഞു, അതൊരു സിംഗിൾ ഫ്രേസ് ആണ് പറയുന്നത്. അപ്പൊ ഒരു സിംഗുലർ നെയിമാണ്. സാത്താനാണ് അതിന്റെ പിന്നിലെ കാരണക്കാരൻ എങ്കിലും അവിടെ ഇടയിൽ വന്ന ദുരുപദേശാക്കന്മാർ അവരെ ശുദ്രം ചെയ്തു മയക്കി. ഇംഗ്ലീഷ് പറയുന്നത് ബീവിഷ്ഡ് എന്ന് വെച്ചാൽ മാന്ത്രിക ഉച്ചാരണത്താൽ അവരെ മയക്കി കളഞ്ഞു. അവിടെ ദുരുപദേഷ്ടാക്കന്മാർ വന്നിട്ട് നമ്മൾ പറയത്തില്ലേ, മാജിക് എന്തുവാ ചെയ്യുന്നത്? സത്യമല്ലാത്ത ഒരു കാര്യത്തെ സത്യമാക്കി കാണിക്കുക ചെയ്യുന്നത്. കൺകട്ട് വിദ്യ എന്നൊക്കെ പറയത്തില്ലേ, അത് സത്യമല്ല. ശരിക്കും അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. അങ്ങ് നമ്മുടെ കണ്ണിന്റെ എന്തോ മായാജാലം കാണിച്ച് അങ്ങനെ നമ്മൾ പറയത്തില്ല, പൊടിയിട്ട് മയക്കുക എന്നൊക്കെ പറയുന്ന പോലെ ദുരുപദേഷ്ടാക്കന്മാർ അവരെ ശുദ്രം ചെയ്ത് മയക്കി എന്നാണ് പറയുന്നത്. മജീഷ്യൻസ് കാണിക്കുന്നത് പോലെ മിഥ്യയെ സത്യമാക്കുന്ന അവസ്ഥ, സത്യത്തെ അല്ലെങ്കിൽ മിഥ്യയാക്കുന്ന അവസ്ഥയിലേക്ക് അവരെ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാം, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ. അപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞ ക്ലിയർലി പോർട്രേഡ് ഓർ പബ്ലിക്കലി ഡിസ്പ്ലേഡ് എന്ന് പറഞ്ഞാൽ, നമ്മളറിയാമല്ലോ, ഈ ഗവൺമെന്റിന്റെ ഉത്തരവും നോട്ടീസും ഒക്കെ പരസ്യമായിട്ട് പേപ്പറിലൊക്കെ അച്ചടിച്ച് നാട്ടിലൊക്കെ കാണുന്നതല്ലേ, വെക്കുന്നത് പോലെ. അപ്പൊ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ എഴുതി വെക്കുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവും, വായിക്കുന്നവർക്ക് മനസ്സിലാക്കും. അതുപോലെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അതുപോലെ ഞാൻ നിങ്ങളെ ക്രിസ്തുവിനെ കാണിച്ചു തന്നു. ഗലാത്യയിലെ സഭകളിലെ ആ പ്രദേശങ്ങളിലൊക്കെ ക്രിസ്തുവിനെ കുറിച്ച്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവർക്കത് മനസ്സിൽ വിഗ്രഹാരാധനയിൽ നിന്ന് വന്നവര്, ജാതികളിൽ നിന്ന് വന്നവര്, ജീവനില്ലാത്ത ദൈവങ്ങളെ സേവിക്കുന്നവര്, ജീവനുള്ള ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് മാത്രം. എങ്ങനെ അറിയാനായിട്ട് ഇടയായി തന്നെ? പൗലോസിന്റെ കൂടെ ഉള്ളവരും ദൈവവചനം അവരോട് സുവിശേഷിച്ചു. അവര് പറയും, പൗലോസ് പറയും, നിങ്ങളെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ കണ്ണിന് മുമ്പിൽ വരച്ചിട്ട്
നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെ അത് കാണിച്ചു തന്നു. ഒരു പോസ്റ്ററിൽ ഒരു ഒരു പരസ്യം ഒട്ടിക്കുന്നത് പോലെയാണ് ഞാൻ നിങ്ങളെ ക്രിസ്തുവിനെ പറ്റി നിങ്ങളോട് സുവിശേഷിച്ചത്. നിങ്ങൾക്ക് ഒരു സംശയവും പറയുവാൻ ഇടയില്ലാത്തവണ്ണം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ പൗലോസിന്റെ ജീവിതവും അവരെ കാണിച്ചു കൊടുത്തതല്ലേ, അത് വരച്ചു കെട്ടിയിരിക്കുകയല്ലേ. അതും തന്നെ നമ്മള് ഗലാത്യലേഖനം 2:20 പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇത് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. തന്നിൽ ജീവിക്കുന്നവരെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തിട്ടും അവരെ ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞിട്ടും താൻ അത് ജീവിച്ചു കാണിച്ചിട്ടും അവരോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാ ക്രിസ്തുവിനെ വിട്ട് നിങ്ങളെ അല്ലെ നിങ്ങളെ രക്ഷയിലേക്ക് നടത്തിയ, നിങ്ങൾക്ക് ജീവൻ പ്രദാനം തന്ന, നിങ്ങളുടെ അന്ധകാരമായ ജീവിതത്തെ വെളിച്ചമാക്കി തീർത്ത ക്രിസ്തുവിനെ വിട്ട് എങ്ങനെ നിങ്ങൾ മറ്റൊരു യേശുവിനെ അല്ലെ വിശ്വസിപ്പാനായിട്ട് കാരണമാക്കി തീർത്തു എന്ന് അവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ ക്രൂശീകരണം പ്രത്യക്ഷത്തിൽ കണ്ടു എന്നല്ല, ആ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ കണ്ണിനു മുന്നിൽ ഒരു പോസ്റ്റർ നമ്മള് പറയുന്നതിനേക്കാൾ നമ്മൾ കാണുമ്പം കൂടുതലും വിശ്വസിക്കുന്നവരല്ല, അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് നിങ്ങളുടെ കണ്ണിന് മുമ്പ് നിങ്ങൾ നേരെ കാണുന്നത് പോലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചു എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഞാൻ വരച്ചു തന്നതാണ്. എന്നിട്ട് എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളെല്ലാം വെറുതെ അനുഭവിച്ചു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവരോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ക്രിസ്തുവിനെ പ്രത്യക്ഷത്തിൽ കാണുന്നതും കൊണ്ടൊന്നും വലിയ കാര്യമില്ല അല്ലേ. എത്രയോ യെരുശലേമിൽ അല്ല ക്രിസ്തുവിനെ ഗോൽഗോഥായിൽ കർത്താവിനെ ക്രൂശിച്ച സമയത്ത് എത്രയോ ആളുകൾ കണ്ടതാണ്. ക്രിസ്തു ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോ എത്രയോ ആൾക്കാർ കണ്ടതാ ക്രൂശുമരണം കണ്ടേ. എന്നിട്ട് എല്ലാവരും വിശ്വസിച്ചൊന്നുമില്ല അല്ലേ. അപ്പം പക്ഷെ പോൾ ഇവിടെ പറയുന്ന, കൃത്യമായി ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിച്ചു, നിങ്ങൾ രക്ഷയിലേക്ക് വന്നു, നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ ആത്മാവിനെ തന്നു, എന്നിട്ട് എങ്ങനെയാ നിങ്ങൾ ഇത്ര ബുദ്ധിഹീനരാകാനായിട്ട് കാരണമായി തീർന്നത്? നമ്മള് 1 കൊരിന്ത്യർ 15 പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നുണ്ട്, മനുഷ്യരുടെ പുനരുത്ഥാനത്തെ കുറിച്ചാണെങ്കിലും പറയുന്നത്, പൗലോസ് പറഞ്ഞൊരു സുവിശേഷത്തെ കുറിച്ച്, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതും വൃഥാവല്ലെന്ന് വരുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നതുമായ സുവിശേഷം, അത് നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ അതിൽ നിൽക്കുന്നു, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ അതിൽ രക്ഷിക്കും. ഇത്രയും കാര്യങ്ങളെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്ന, ഇവിടെ ഗലാത്യയിലും അത് തന്നെ സംഭവിച്ചു. അവരോട് ദൈവത്തിന്റെ വചനം സുശേഷിച്ചു, അവരത് കേട്ടു, അവരത് വിശ്വസിച്ചു, അവരത് നിന്നു. എന്നിട്ടും ആ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം അനുഭവിച്ചിട്ടും അവരതിൽ നിന്നും മാറി വേറൊരു ക്രിസ്തുവിനെ അന്വേഷിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ അവരോട് ചോദിക്കുന്നത്, പിന്നെ അവരെ എങ്ങനെയാ വിളിക്കണ്ടേ? ബുദ്ധിഹീനരെ നല്ലാതെ എങ്ങനെയാ വിളിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞിട്ടും ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പൊട്ടന്മാരെ എന്നൊക്കെ വിളിക്കത്തില്ലേ നമ്മള്? നമ്മുടെ സാമാന്യ രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ലയോ എന്ന് ചോദിക്കത്തില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവരിത്രയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടും ആ അനുഭവിച്ച ക്രിസ്തുവിനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോകല്ലേ, വേറൊരു ക്രിസ്തുവിങ്കലേക്ക് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഗലാത്യർ 4:19 ഒരു പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവനായ എൻ്റെ കുഞ്ഞുങ്ങളെ, എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ക്രിസ്തു നിങ്ങൾ ഉരുവാകണം, ക്രിസ്തു നിങ്ങളിൽ വരണം. അങ്ങനെ ഞാൻ പിന്നെയും, നമുക്കറിയാം പ്രസവ വേദന എടുക്കുന്ന അമ്മയുടെ ഒരു വേദന, ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയല്ലേ. അപ്പൊ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, നിങ്ങളിൽ അങ്ങോട്ട് ഉണ്ടാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നെന്നാ പറയുന്നത്. കാരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ, ആ വേദനയാണ് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ളത്. നിങ്ങൾ ക്രിസ്തുവിൽ വളരണം, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകണം എന്ന് വയ്ക്കാം. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം, നിങ്ങൾ ഉണ്ടാകുവോളം, നിങ്ങൾ ജനിക്കുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായി എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പൗലോസ് അവരുടെ ക്രിസ്തു അവരിൽ ഉരുവാകണം, അവരുടെ ഹൃദയദൃഷ്ടി തുറക്കണം,
അവരിൽ ക്രിസ്തു വളരേണം. ഇതാണ് പൗലോസിന്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ അവരിൽ ക്രിസ്തു ഉരുവായതാണ്, അവർ ദൈവത്തെ അറിഞ്ഞതാണ്, ക്രിസ്തുവിനോട് കൂടെ നടന്നവരാണ്. പക്ഷെ പെട്ടെന്ന് അവര് വേറൊരു സുവിശേഷം കേട്ടപ്പോൾ ചിലര് ക്ഷുദ്രം ചെയ്ത് മയക്കി അവരെ ആ വേറൊരു സുവിശേഷത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വന്നപ്പോ പൗലോസ് അവരോട് ബുദ്ധികെട്ട ഗലാത്യരെ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണ്. ക്ഷുദ്രം ചെയ്ത് മയക്കാതെ എങ്ങനെയാ പോകുന്നത് അല്ലേ? അങ്ങനെ അതുകൊണ്ട് അവര് വേറൊരു സുവിശേഷത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. രണ്ടാമത്തെ വാക്യം, രണ്ടാമത്തെ വാക്യം. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. അപ്പൊ അവരോട് ഇനി ക്വസ്റ്റ്യൻസാ. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തെ അധ്യായത്തില് താൻ അറിയിച്ച സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ അധ്യായം വന്നപ്പോൾ തെറ്റിപ്പോയ വലിയ അപ്പോസ്തലനായ പത്രോസിന്റെ അനുഭവമാ പറഞ്ഞത്. പത്രോസ് എങ്ങനെ തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നു, അതും പത്രോസ് തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നത് എന്താ, അവിടെ നുഴഞ്ഞു കയറി വന്ന ചില നുഴഞ്ഞു കയറെന്ന് പറയേണ്ട, അവിടുന്ന് യെരുശലേമിൽ നിന്ന് അവിടേക്ക് വന്ന ചില യഹൂദന്മാരാൽ പൗലോസ് തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നു. ആ പൗലോസിന്റെ ഉദാഹരണം എല്ലാം കാണിച്ചേച്ച് അവരോട് പറയുകയാണ്. പക്ഷെ പൗലോസ് അല്ല, പത്രോസ് പത്രോസിനോട് എഴുത്തു നിന്ന്. കാരണം സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് പത്രോസ് നടക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ട്. അപ്പം പത്രോസിന്റെ തെറ്റിപ്പോയ അവസ്ഥ അവരോട് പറയുകയാണ് ചെയ്യുന്നിട്ട് പറയുക, ആ പത്രോസിനോട് പറഞ്ഞു. നമ്മൾ കാണുന്നുണ്ട്, പത്രോസ് പിന്നെ മനസാന്തരപ്പെട്ടതായി കാണാം. പത്രോസ് അവിടെ ഒന്നും പൗലോസിനോട് പറയുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചേനെ. പക്ഷെ പത്രോസ് മനസാന്തരപ്പെട്ട് വന്നതായിട്ട് നമുക്കറിയാം. അവരോട് ആ അവസ്ഥയൊക്കെ പറഞ്ഞിട്ട് പറയാം. കാരണം ഇത്ര വലിയ അപ്പോസ്തോലനും തെറ്റുപറ്റാം. ഇവിടെ ഇവരോട് പറയുന്നതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ, അവർക്ക് ലെറ്റർ എഴുതി. കാരണം 3-4 പ്രാവശ്യം മിഷണറി യാത്രയിലും താൻ ഗലാത്യ സഭകൾ സന്ദർശിച്ചാണ് പറയുന്നത്. ലുസ്ത്രയിലൊക്കെ 4 പ്രാവശ്യം പോയെന്നാ പറയപ്പെടുന്നത്. അപ്പൊ ഇത്ര പ്രാവശ്യം അവരോട് പോയി എത്രയും പെട്ടെന്ന് നമുക്കറിയാം, അന്നത്തെ കാലത്ത് സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞ ഒരു ശ്രമകരമായ ജോലിയാണ്. എത്ര ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന വാഹന സൗകര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആപത്ത്, കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരുടെ ആപത്ത്, നദിയിലെ ആപത്ത്, എന്നൊക്കെ പല ആപത്ത് അനർത്ഥങ്ങൾ ഈ സുവിശേഷ ഘോഷണത്തിനിടെ അവർക്ക് ഉണ്ടാകാമ. ആ ഉണ്ടാകുന്ന ആപത്തുകളിലൊന്നും എന്താ പറയുന്നത്, അതൊന്നും കാര്യമാക്കാതെ അവര് സുവിശേഷം അറിയിക്കാൻ ഓരോ സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത്രയും പ്രാവശ്യം പോയി. വീണ്ടും അവർക്ക് പോകുവാനപ്പോ സൗകര്യമില്ലായിരുന്നു. അപ്പൊ പെട്ടെന്നൊരു ലെറ്റർ എഴുതുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചു, കൊരിന്ത്യ ലേഖനം പഠിച്ചത് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാ. പെട്ടെന്നൊരു ലെറ്റർ എഴുതിയും അവരെ തിരിച്ചു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനാണ് പൗലോസിന്റെ ആഗ്രഹം. അവരെ കുറെ ബുദ്ധികെട്ടവരെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജനം കൊണ്ട് സമാപിക്കുന്നവരെ കുറിച്ച് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞിട്ട് നിർത്തുവാനല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ ഉദാഹരണം പറഞ്ഞു. ഇത്ര വലിയ അപ്പോസ്തലനായ പത്രോസ് തെറ്റിപ്പോകാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ? വലിയ ആൾക്കാർക്ക് തെറ്റിപ്പോകാമെങ്കിൽ ആർക്കും തെറ്റിപ്പോകാം. തിരിച്ചു വരിക. എന്നിട്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ആ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. നിങ്ങൾ എങ്ങനെയാ ദൈവത്തിങ്കിലേക്ക് വന്നത്? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അവരെന്തു പറയും? കാരണം അവര് ദൈവത്തിങ്കിലേക്ക് വന്ന സമയത്ത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും കൊണ്ടൊന്നും ആരും പറഞ്ഞു വന്നില്ല അല്ലേ? ഒരു പ്രവൃത്തിയാലും അങ്ങനെ നീതീകരിക്കണമെന്നൊന്നും പറഞ്ഞില്ല. അവര് 100% ഷുവർ ഒരു വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാല അവര് ദൈവത്തിങ്കിലേക്ക് വന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ആർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നില്ല. അപ്പൊ അവിടെ വന്ന ജൂഡായിസേഴ്സ് ആണ് അവരെ മയക്കി അവരെ വിപരീത ഉപദേശത്തിലേക്ക് തിരിക്കുകയും രക്ഷയ്ക്ക് വേണ്ടി പരിച്ഛേദന ഏൽക്കണം, ചില ന്യായപ്രമാണത്തിൽ ചില കർമ്മങ്ങളൂടി ആചരിക്കണമെന്ന് അവരോട് പറഞ്ഞു. പൗലോസ് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ആത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ അല്ലല്ലോ, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിലാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ ആത്മാവിനെ തന്നെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക്
ഇനി ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുടെ ആവശ്യം വല്ലതും ഉണ്ടോ? ഒരിക്കലുമില്ല. ആത്മാവിൽ ഈ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ ആ ലഭിച്ച വിശ്വാസം, അല്ലെ ആ ലഭിച്ച ആത്മാവിനാൽ മാത്രമേ, വിശ്വാസത്താൽ മാത്രമേ, ആ വിശ്വാസത്തിന്റെ പ്രസംഗത്താൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാവിൽ നിലനിൽക്കുവാനായിട്ട് ഒക്കെയുള്ളൂ. അപ്പം വിശ്വാസത്താലാണ്, ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയാലുമല്ല ആത്മാവിനെ ലഭിക്കുന്നത്, വിശ്വാസത്താലാണ് ആത്മാവിനെ ലഭിക്കുന്നത്. റോമർ 10:17 ഇങ്ങനെ പറഞ്ഞു, ആകയാൽ 10:17 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പം വിശ്വാസം കേൾവിയാൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസത്തിലേക്ക് വരുന്നു. ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്താൽ ദൈവരക്ഷയിലേക്ക് വരുന്നു. അല്ലാതെ സാക്ഷ്യം കേട്ടത് കൊണ്ട് ആരും രക്ഷിക്കപ്പെടത്തില്ല. സാക്ഷ്യം കേട്ടുകൊണ്ട് നിങ്ങൾ അവിടേക്കില്ല. അന്ത്രയോസ് പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിനെ കണ്ട് നിങ്ങൾ എന്റെ പറയാൻ വരിക, ഞാൻ കാണിച്ചു തരാമെന്ന് പറയാം, അതേ ഉള്ളൂ. നമ്മളെ വിളിച്ചുകൊണ്ട് പോകാം നമുക്ക് ആരെങ്കിലും. പക്ഷെ ഒരു സാക്ഷ്യത്താലും ആരും രക്ഷയിലേക്ക് വരുന്നില്ല. വിശ്വാസത്തിന്റെ വചനം കേട്ടാൽ മാത്രമേ പരിശുദ്ധാത്മാവിനാൽ, വെറും വചനമല്ല, പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവും ദൈവവും ക്രിസ്തു എല്ലാം ഒരുമിച്ച് രക്ഷയിൽ ത്രിയേക ദൈവത്തിന്റെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് നടക്കുന്നത്. ക്രിസ്തുവിന്റെ വചനം കേൾക്കണം, പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിലേക്ക് വരണം. അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ ക്രിസ്തു പ്രവർത്തിക്കുമ്പം ദൈവം സൈലന്റ് ആയിട്ട് ഇരിക്കുക. ഞാനിങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒരു ബാക്കി പറയുന്ന ഒത്തിരി പറയുന്നില്ല. ത്രിയേക ദൈവം 3 പേര് ഒരുമിച്ച് പ്രവർത്തിക്കില്ല, ഒരാൾ പ്രവർത്തിക്കും, ബാക്കി 2 പേര് സൈലന്റ് ആയിരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ത്രിയേക ദൈവം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരുവനിൽ രക്ഷ സാധ്യമാകുകയുള്ളൂ. അപ്പൊ രക്ഷയിലേക്ക് വരുന്ന ദൈവത്തിന്റെ ആത്മാവിനാലാണ്. രക്ഷയിൽ വന്നില്ലാത്തവർക്ക് ആത്മാവില്ല, ആത്മാവില്ലാത്തവർക്ക് രക്ഷിക്കപ്പെടുന്നതുമില്ല. റോമാലേഖനം 8:9 പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. രക്ഷയിലേക്ക് വന്ന ഏത് ദൈവ പൈതലിന്റെ ഉള്ളിലും ദൈവത്തിന്റെ ആത്മാവുണ്ട്. പലരും ആത്മാവിന്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും, എങ്കിലും ക്രിസ്തുവിലേക്ക് വരുന്ന എല്ലാവരിലും ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട്. അത് 1 കൊരിന്ത്യർ 12:13 ഇങ്ങനെ പറയുന്നുണ്ട്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റുമിരിക്കുന്നു. ഒരേ ആത്മാവിൽ സ്നാനമേറ്റുമിരിക്കുന്നു. റോമാലേഖനത്തിന്റെ 8:14 പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നാം ദൈവത്തിന്റെ മക്കളെന്ന് സാക്ഷ്യം പറയുകയാണ് ചെയ്യുന്നത്. 14 വായിക്കാം. 8:14 ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ട ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. 1 യോഹന്നാൻ 3:24 ഇങ്ങനെ പറയുന്നു, 1 യോഹന്നാൻ 3:20 അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ അറിയുന്നു. നാം ദൈവമക്കളാകുന്നു എന്ന് അറിയുന്നത് നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് മൂലം ആണ് നാം അറിയുന്നത്. നമുക്ക് ആത്മാവിനെ തന്നതിനാൽ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് അറിയുവാനായിട്ട് സാധിക്കും.
ഞാൻ വാക്യം തെറ്റാ പറഞ്ഞത്. 1 യോഹന്നാൻ 3:24 4:13 ഞാൻ പറഞ്ഞു. 3:24 ആദ്യം വായിക്കാം, പിന്നെ 4:13 വായിക്കാം. 1 യോഹന്നാൻ 3:24 അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. 4:13 നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിങ്കലേക്ക് വന്നു, അല്ലെ നാം വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്നതിന്റെ അടയാളമാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ആത്മാവ് താനും നമ്മളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്ത്? നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന്. അങ്ങനെയാണ് ഗലാത്യരും ദൈവത്തിങ്കലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. അവരും ത്തിങ്കലേക്ക് വന്നപ്പോൾ സുവിശേഷത്താൽ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ദൈവാത്മാവിനാൽ അവര് ദൈവത്തിങ്കലേക്ക് വരുവാനിടയായി തീർന്നു. അപ്പൊ അവര് ജഡം കൊണ്ടല്ല, ആത്മാവിനാൽ ദൈവത്തിന്റെ വചനം കേട്ടവരാണ്. അപ്പൊ ആ വചനം കേട്ടവർ ആ വചനത്തിലും ആത്മാവിലും നിലനിൽക്കണം, അല്ലെ? അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഫേസ്യർ 1:3 ഇങ്ങനെ 13 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആ രക്ഷയിലേക്ക് വന്നു, അവന്റെ കൂട്ടായ്മയിലായി തീർന്നു, നിങ്ങൾ അവനിൽ വേരൂന്നി ആ വിശ്വാസം ഉറച്ച് ഇങ്ങനെ പോകണം. വായിക്കാം. എഫെസ്യർ ലേഖനം 1:13-14 നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ വചനം കേട്ട് നാം മക്കളാകുന്നുവെന്ന് നമുക്ക് ദൈവം സീല് ചെയ്യുക, പരിശുദ്ധാത്മാവിനാൽ നമ്മെ സീല് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. പരിച്ഛേദന ആ ആത്മാവിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിച്ഛേദനാൽ മുദ്രയിട്ടിരിക്കുന്നതാണ്. യഹൂദന്മാർക്ക് പരിച്ഛേദനയായിരുന്നല്ലോ, പുറമേയുള്ള സൈനായിരുന്നു പരിച്ഛേദനയെങ്കിൽ ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന ആത്മാവിനാലാണ്. ഒരു ഇൻവേർഡ് സൈൻ, ആ ഒരു ഇൻവേർഡ് എഗ്രിമെന്റ് ആണ് ആത്മാവിനെ നമുക്ക് അച്ചാരമായി തരിക എന്ന് ഉള്ളത്. അപ്പം യഹൂദന്മാര് അവര് പുറമേയുള്ള അടയാളങ്ങളെയൊക്കെ പരിശോധനയല്ല അവര് വലിയ കാര്യമായിട്ട് കാണുമ്പോൾ ദൈവത്തിന്റെ മക്കളെന്ന് പറയുമ്പോൾ നമ്മളെ ദൈവം നമുക്ക് അകത്താണ് ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. ഇപ്പോഴും പലരും പുറമേയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളുടെയും പുറകെ പോകുന്നു. ഞാൻ കർത്താവിനെ എനിക്ക് ദൈവം രോഗസൗഖ്യം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മക്കളാന്ന് പറയുന്നവരുണ്ട്. ദൈവം എന്നെ സ്നേഹിക്കുന്നു പറയുന്നുണ്ട്. എനിക്ക് അത് തന്നു, എനിക്ക് സാമ്പത്തികമായ സഹായം, ഞാൻ മീറ്റിങ്ങിന് പോയത് കൊണ്ട് എനിക്ക് സാമ്പത്തികമായ സഹായം കിട്ടി, എനിക്ക് രോഗം സൗഖ്യമായി, എന്റെ മുഴ മാറി, അത് മാറി, ഇത് മാറി എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നവരുണ്ട്, ദൈവത്തെ അറിയുന്നവരുണ്ട്. അതൊന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടത് കൊണ്ടാണ് ദൈവത്തിന്റെ മക്കളായി തീർന്നത്. നമ്മുടെ സ്വയപ്രയത്നത്താലോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ നമ്മൾ ചില റിച്വൽസ് അല്ലെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് മൂലമോ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. രക്ഷ കൃപയാൽ മാത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രം. അവരോട് ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ആത്മാവിനെ, രണ്ടാമത്തെ വാക്യം ഞാൻ വായിക്കാം, നമ്മൾ പഠിച്ച നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചതോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. അപ്പൊ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയും കൊണ്ടല്ല, നിങ്ങളുടെ ഒരു മേന്മയും കൊണ്ടല്ല, നിങ്ങളുടെ ഒരു കഴിവും കൊണ്ടല്ല, നിങ്ങൾക്ക് ലഭിച്ചത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്. മൂന്നാമത്തെ വാക്യം, പിന്നെ അവരോട് പറയാം, നിങ്ങൾ എത്ര ബുദ്ധി കെട്ടവരോ. പൗലോസിന് എത്രത്തോളം മനസ്സിന് വിഷമം കാണും, അല്ലെ? അതുകൊണ്ടാ പൗലോസ് ഇത്ര പറയുന്നത്, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അതൊരു ബുദ്ധികേട് തന്നെയാണല്ലേ. സത്യം അറിഞ്ഞിട്ടും മിഥ്യക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു അവസ്ഥ, അത് സാത്താന്റെ തന്ത്രമാണ്. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന്
പാ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കുകയാണ് സാത്താൻ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ദൈവം തനിക്ക് വേണ്ടി ഒരു കന്യകയെ അല്ലെങ്കിൽ ഒരു മണവാട്ടിയെ ഒരുക്കുന്നത് പോലെ തന്നെ തനിക്ക് വേണ്ടി സാത്താനും ഒരു മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി ആൾക്കാരെ ഇങ്ങനെ ഓലപ്പാമ്പിട്ട് പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതിനു പുറകെ പോകുന്ന അനേകരുണ്ട്. അവരെ എല്ലാം വിളിക്കേണ്ട ഒരേ ഒരു പേരാണ് ബുദ്ധികെട്ട വിശ്വാസികൾ. വിശ്വാസികളെന്ന് പേരുണ്ട് എങ്കിലും ബുദ്ധിയോടെ പ്രവർത്തിക്കാതെ, പുസ്തകം കായലുണ്ടെങ്കിലും പുസ്തകം വായിക്കുന്നതുമില്ല, പുസ്തകം അനുസരിക്കുന്നുമില്ല, മറ്റുള്ളവർ പറയുന്ന കേട്ട് അതിന്റെ പുറകെ പോകുന്ന കുറെ ആൾക്കാർ. കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ശുശ്രൂഷകൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിച്ചവർ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതല്ലാതെ കയ്യിലിരിക്കുന്ന പുസ്തകം വായിക്കാറില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അന്നേരം ദൈവം എനിക്ക് ഇപ്പൊ കാണിച്ചു തന്ന കൊണ്ട് പുസ്തകം ഒന്ന് തുറക്കും. അങ്ങനെയാണ് പുസ്തകം തുറക്കുന്നത്. ആരെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം. നമ്മളെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ വചനം സ്ഥിരമായിട്ട് കേൾക്കുന്നവരാ. നമ്മുടെ കുടുംബങ്ങളിലുള്ളവര്, നമ്മുടെ കൂട്ടുകാർ, നമുക്കറിയാം വിശ്വാസഗോളത്തിലുള്ളവരെല്ലാം അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. ഇപ്പൊ കിട്ടിയ ഒരു വാക്യം എടുത്ത് വായിക്കും, അതൊരിച്ചിരി ഒരു സമാധാനം കിട്ടും. അതിനുള്ള സമാധാനം കിട്ടത്തൂല, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം മാറാനും പോകുന്നില്ല. സ്ഥിരമായി വചനം വായിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ മക്കളാകാവുന്ന അധികാരമുള്ളൂ, അവകാശമുള്ളൂ. നമ്മുടെ വീട്ടിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ചില്ല എങ്കിൽ അവരെ എങ്ങനെയാ കണക്കാക്കുന്നത് നമ്മള്? അതുപോലെയാണ് ദൈവവും തന്റെ മക്കളെ കാണുന്നത്. ദൈവത്തിന്റെ വെറുതെ അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് കൊണ്ടാക്കിയത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഒരു വലിയൊരു വില കൊടുത്തു. തന്റെ പുത്രനായ ക്രിസ്തു, തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് വന്ന് യാഗമാക്കി. സ്വന്തം പുത്രന്റെ ജീവനാണ്, ആ പുത്രന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തത്. അത്രയും വലിയ ത്യാഗം ദൈവം ചെയ്തു എങ്കിൽ ദൈവം എല്ലാവരെയും വെറുതെ വിടുമോ? ഒരിക്കലുമില്ല. വിശ്വസിക്കാത്ത, പുസ്തകം വിശ്വസിക്കാത്തവരെ ദൈവം അത് മക്കളാണെന്ന് കാണുന്നില്ല. മക്കളെന്ന് പറയുമായിരിക്കാം. എബ്രായ ലേഖനത്തിൽ പറയുന്നത് കൗലേടയന്മാര്, പുസ്തകം വിശ്വസിക്കാത്തവര്. കാരണം പുസ്തകം കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നില്ല. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരെ പറയുന്ന നിങ്ങൾ സത്യസന്ധതികളെന്നാ പറയുന്നത് അല്ലേ? അവര് അബ്രഹാമിന്റെ മക്കളെന്ന് പറയുക. പക്ഷെ അബ്രഹാം ഇങ്ങനെ പ്രവൃത്തിയല്ലല്ലോ നീതീകരിക്കപ്പെട്ട, അബ്രഹാം വിശ്വാസത്തിലാണ് നീതീകരിക്കപ്പെട്ട. പക്ഷെ ഇവരെന്തോ ചെയ്യുന്ന പ്രവൃത്തിയാ നീതീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവർ മക്കളെന്ന് പേരുണ്ടെങ്കിലും നിങ്ങൾ യഹൂദന്മാര് ദൈവത്തിന് അബ്രഹാമിന്റെ മക്കളല്ല, നിങ്ങൾ സാത്താന്റെ മക്കളെന്നാ കർത്താവ് വിളിക്കുന്നത്. പൗലോസ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആ പറഞ്ഞ ഈ കാലത്ത് അനേക ദൈവവചനത്തിൽ നിന്ന് തെറ്റിപ്പോകാനായിട്ട് വിശ്വാസത്തിൽ എങ്ങനെയാ തെറ്റിപ്പോകുന്നത്? നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് പ്രശ്നം ഉണ്ടാക്കാം. ആ ദൈവത്തിങ്കിലേക്ക് വളരുവാൻ സഹായിക്കുന്നില്ല. അതാണ് പ്രശ്നങ്ങൾ. കാരണം വചനം വായിക്കാൻ തടയുന്നില്ല. നമ്മുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞിടുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുത്തും സാത്താന്. പക്ഷേ ഞാൻ പറയും, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ എന്തോ പ്രശ്നം വന്നാലും ദൈവത്തിൽ തന്നെ മുറുകെ പിടിച്ചു നിൽക്കും. ഒരു പാടുണ്ടല്ലോ, കരുത്തനായവൻ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുകയാണ്. കരുത്തനാവൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന് ബോധ്യം വരുന്ന ഓരോ ദൈവ പൈതലും ഈ സാത്താന്റെ കിങ്കരങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയില്ല. പൗലോസ് ഇവരോടൊക്കെ നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ സാധാരണ വിശ്വസിക്കുന്ന പോലെ അല്ല ജാതികളിൽ നിന്ന് ഒരാൾ ദൈവത്തിങ്കലേക്ക് വരുന്നത്. അനേകം സാഹചര്യങ്ങളിൽ സമ്മർദ്ദങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഭയങ്കര പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം അവരുടെ അങ്ങനെ അവര് ആത്മാവ് കൊണ്ട് ദൈവത്തെ രുചിച്ചറിഞ്ഞവർ നമുക്കറിയാം. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ നിന്നും വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിലും അധികമാണ് ജാതികളിൽ നിന്നും മറ്റു സമുദായങ്ങളിൽ നിന്നും ക്രിസ്തുവിലേക്ക് വരുന്നവരുടെ ബുദ്ധിമുട്ട്. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. അവര് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അത് വെറുതെ വന്നതല്ല. അവരെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ദൈവത്തിങ്കിലേക്ക് വന്നത്. എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടവരോ? ഇത്ര പെട്ടെന്ന് സാത്താന്റെ വലയിൽ നിങ്ങൾ അകപ്പെട്ടുവോ? നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പം ജഡം കൊണ്ടോ സമാപിക്കുന്നത്?
രക്ഷയ്ക്ക് അവർക്ക് ന്യായപ്രമാണം അറിയത്തില്ലായിരുന്നു. ന്യായപ്രമാണത്തെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുമെന്ന് അവർക്ക് അറിയത്തില്ല. അവരെങ്ങനെയാ രക്ഷയിലേക്ക് വന്നത്? സിമ്പിൾ ഫെയ്ത്ത് അല്ലേ? വെറും ഒരു വിശ്വാസം നമ്മള് വചനം പറഞ്ഞു വരുമ്പം വിശ്വാസം എന്ന വരവുമുണ്ട്, കേവലം വിശ്വാസമുണ്ട്. രക്ഷയ്ക്ക് സിമ്പിൾ ഫെയ്ത്ത് മാത്രം മതി കേട്ടോ. അല്ലാതെ വിശ്വാസത്തിന്റെ വരമൊന്നും വേണമെന്നില്ല. കൃപാവരങ്ങളുടെ കൂട്ടത്തിലും ഒരു വിശ്വാസമുണ്ട്. അതല്ല സിമ്പിൾ ഫെയ്ത്ത്. ക്രിസ്തു നമ്മുടെ 1 കൊരിന്ത്യർ 15 പറഞ്ഞ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എന്റെ പാപത്തിന് വേണ്ടി തിരുകെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുകെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്റെ പാപത്തിന് സകല പരിഹാരവും വരുത്തി എന്ന് ഞാൻ വെറുതെ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി രക്ഷയുണ്ട്. അപ്പം ആ സിമ്പിൾ ഫെയ്ത്തിലൂടെയാണ് ഗലാത്യ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നേ. ആ ഒരു വിശ്വാസം മാത്രം മതി രക്ഷയിൽ വളരുവാനും, അല്ലേ? ആ വിശ്വസിച്ച മാത്രം മതി. അത് ഇപ്പം ക്രിസ്തുവിലേക്ക് വന്നവര് വിശ്വാസത്തിൽ വളരണമെങ്കിൽ വേറെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുടെ ആവശ്യമൊന്നുമില്ല. അതേ വിശ്വാസത്തിൽ നിലനിന്നാൽ മതി. കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അതുപോലെ തന്നെ പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരുവാനായിട്ട് കഴിയുള്ളൂ. ഞാൻ വായിക്കാം. കൊലോസ്യ ലേഖനം 2-ന്റെ 6, 7, 8 വാക്യങ്ങൾ. ക്രിസ്തുവിൽ നിങ്ങൾ സമ്പൂർണ്ണരാണ്. അതിന് വേറൊരു ആവശ്യം, ന്യായപ്രമാണത്തിന്റെ ആവശ്യം വേണ്ട. ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണെന്ന് അവര് പറയുന്നത്. വായിക്കാം. അവിടെ പറയുന്നത് കൊലോസ്യർ 2-ന്റെ 6. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. എങ്ങനെയാ നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടത്? കേവലം വിശ്വാസത്താല്. അപ്പൊ അവന്റെ കൂട്ടായ്മയിൽ അതുപോലെ നടക്കിൽ അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം, നിങ്ങൾക്ക് കാണിച്ചു തന്നതിനൊത്തല്ല, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. 8-ാമത്തെ വാക്യം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണവും ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണവും അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല. 9. അവനല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. വിശ്വാസത്തിന്, രക്ഷയ്ക്ക് ക്രിസ്തു മാത്രം മതി. ക്രിസ്തുവുള്ള വിശ്വാസം മാത്രം മതി. നിങ്ങൾ അവനിൽ സമ്പൂർണരായിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേറൊരു പ്രവൃത്തികളുടെ ആവശ്യമില്ല. ന്യായപ്രമാണം പറയുന്നത് അനുഗ്രഹം അനുഗ്രഹം പ്രാപിക്കാൻ. നിങ്ങൾ അത് അനുഗ്രഹം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ടെന്നാ പറയുന്നത്, അല്ലേ? എല്ലാവരും ഇങ്ങോട്ട് വരിക. പക്ഷെ ഇവിടെ വിശ്വാസകോളത്തിലും അതാണ് കാണുന്നത്. നിങ്ങൾ അവകാശപ്പെട്ടവരാ വരിക. പക്ഷെ വിശ്വാസം നമ്മളോട് പറയുന്നത് ജസ്റ്റ് വിശ്വസിച്ചാൽ മാത്രം മതി. ആ രക്ഷയ്ക്ക് വിശ്വാസം മാത്രം മതി. നമ്മുടെ ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. ദൈവം നമ്മെ രക്ഷിക്കുന്നത് കൃപയാലാണ്, പ്രവൃത്തിയാലല്ല. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെയാ ആരംഭിച്ചത്. നിങ്ങൾക്ക് രക്ഷ പ്രാപിച്ചത് നിങ്ങൾ കൃപയാലല്ലേ, വിശ്വാസത്താലല്ലേ. നിങ്ങൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രവൃത്തിയാൽ നിങ്ങൾക്ക് വിശുദ്ധിയിലേക്ക് നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് കഴിയുമോ? നിങ്ങൾ രക്ഷ പ്രാപിച്ച ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ ആത്മാവിലാണ് ദൈവത്തിങ്കിലേക്ക് വന്നത് എങ്കിൽ, നിങ്ങൾ വിശ്വാസത്തിൽ വന്നത് എങ്കിൽ, നിങ്ങൾക്ക് ആത്മീയ വർധന പ്രാപിക്കുന്നതിനോ നിങ്ങൾ വിശുദ്ധിയിൽ വളർന്നു വരുന്നവനോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ആവശ്യമില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങളെ ക്രിസ്തുവിൽ പരിപൂർണരാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രക്ഷയുടെ ദൈവിക തേജസ്സിലേക്ക് നിങ്ങളെ നടത്തുന്നതിന് വേണ്ടി ഒരു പ്രവൃത്തികളും കാരണമല്ല എന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിപ്പീൻ. നിങ്ങളുടെ ജലം ബലഹീനമാണ്, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിപ്പീൻ എന്നാ പറയുന്നത്. പത്രോസിന്റെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. പത്രോസ് വലിയൊരു അപ്പോസ്തലനായിട്ടും എത്ര പെട്ടെന്ന് തെറ്റിപ്പോകാനായിട്ട് ഇടയായിരുന്നു, സുവിശേഷ സത്യത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായിരുന്നു. അന്ന് ആ ക്ലാസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, നാം നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. അവർക്ക് പറ്റിപ്പോയെങ്കിൽ നമുക്കും പറ്റിപ്പോകാം.
സാത്താൻ പുറകേ നടക്കുക, എങ്ങനെയെങ്കിലും വിശ്വാസത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കൊണ്ടുപോകുവാനായിട്ട്. അതിപ്പോ ഇത്ര ഇത്ര വചനം പഠിപ്പിക്കുന്ന ഞാനും തെറ്റിപ്പോകത്തില്ലെന്നൊന്നും പറയാനൊക്കത്തില്ല. ഏത് സമയത്തും നമുക്ക് തെറ്റിപ്പോകാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മൾക്ക് നല്ലോണം വചനം പഠിപ്പിക്കുന്നവരായിരുന്നവർ പിൽക്കാലത്ത് തെറ്റിപ്പോകാനായിട്ട് ഇടയായതില്ല. പുൽപ്പിറ്റുകളിലൊക്കെ നല്ലവണ്ണം ശോഭിച്ചിരുന്നവർ പിൽക്കാലത്ത് ഇതിന്റെയൊക്കെ അടിമത്തത്തിലാകാനായിട്ട് ഇടയാക്കില്ല. എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു നമ്മൾ ചിലപ്പോൾ അതിശയിച്ചു പോകത്തില്ലേ? പക്ഷെ അങ്ങനെയാണ് സാത്താൻ ഓലപ്പാമ്പിട്ട് മനുഷ്യരെ വഞ്ചിച്ചു കളയുകയാണ്. പ്രത്യേകിച്ച് ഭൗതികമായ ധനപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവരെ വലിച്ചിഴയ്ക്കുകയാണ് ചെയ്യുന്നത്. പണത്തിന് മുമ്പിൽ എല്ലാവരും മയങ്ങിപ്പോകല്ലേ. അങ്ങനെയാണ് കൂടുതലും ആൾക്കാരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനായിട്ട് ഇടയാക്കുന്നത്. അവര് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിക്കുന്നത്. എബ്രായലേഖത്തിൽ വാക്യമുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ അവരുടെ ജീവാവസാനമോർത്ത്, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നേ? അവരുടെ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളെ ഓർത്തല്ല, അവരുടെ ജീവാവസാനമോർത്ത് അത് കണ്ടുപിടിക്കണമെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ തുടങ്ങി എന്നല്ല, നമ്മൾ നല്ലോണം തുടങ്ങണം. നല്ലോണം തുടർന്നാലേ നമുക്ക് തുടർന്ന് പോകാനുണ്ടൊക്കത്തുള്ളൂ, നല്ല അവസാനം ഒക്കത്തുള്ളൂ. പക്ഷെ തുടങ്ങിയതുപോലെ അതിനേക്കാൾ അവസാനം വരെ നാം വിശ്വാസം, കാരണം കർത്താവായ യേശു ക്രിസ്തു റെവലേഷനിൽ പറയുമ്പം സഭയോട് നിങ്ങളുടെ ആദ്യ വിശ്വാസം തെറ്റിപ്പോയി, വിശ്വാസം നിങ്ങൾ പോയി എന്ന് പറയുന്നുണ്ട്. ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചാൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള ജീവകിരീടം നമുക്ക് പ്രാപിക്കാനായിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനേ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവർ സകലത്തിനും വർജനം ആചരിക്കുന്നു. അവർ വാടുന്നതോ, നമ്മൾ വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതിന് തന്നെ, അല്ലെ? ആ ഈ ട്രാക്കിലൊക്കെ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവര് എത്രത്തോളം അധ്വാനം ചെയ്തിട്ടാണ് ഒരു വാടുന്ന കിരീടം പ്രാപിക്കാൻ വേണ്ടി അവർ ഇത്ര അധ്വാനം ചെയ്യുമ്പോൾ വാടാത്ത കിരീടം ഒരുക്കി വെച്ചിട്ട് നാം ആ വാടാത്ത കിരീടം പ്രാപിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന എത്രത്തോളം അഭ്യാസം അല്ലെങ്കിൽ എത്രത്തോളം വിശുദ്ധിയോടെ ദൈവവചനത്തിൽ ഉറച്ചു ജീവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് റോമാലേഖനം 6:19 ഇങ്ങനെ പറയുന്നു. റോമാലേഖനം 6:19, നാം നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നമ്മൾ സമർപ്പിക്കണം, പുസ്തകം അനുസരിക്കണം, പുസ്തകത്തിന് നമ്മെ സമർപ്പിക്കണം. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് അനുസരണയുള്ളവരായി തീർന്നാൽ മാത്രമേ നമ്മൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചാൽ ആത്മാവ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാനും കാരണമായി തീരുകയുള്ളൂ. ഇനി 4ഉം 5ഉം ഞാൻ വായിക്കാം. 4ഉം 5ഉം. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രയെന്നു വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ അനുഭവിച്ചത്. നിങ്ങൾ എത്ര വെറുതെ അനുഭവിച്ചുവോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ആദ്യം പറഞ്ഞു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി, നിങ്ങൾക്ക് ദൈവം ആത്മാവിനെ തന്നു. ഇപ്പം പറയാ, നിങ്ങൾ ഇത്ര അനുഭവിച്ചത് വെറുതെയോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവര് ജാതികളായിരുന്നവർ ദൈവത്തിങ്കിലേക്ക് വന്ന് ഭയങ്കര കഷ്ടങ്ങളിലൂടെ കടന്നു വന്നതാണ്. ചില സമയത്തൊക്കെ ഞാൻ പറയാണ്ട്, വിശ്വാസത്തിനൊരു വില കൊടുക്കണം. അവർ വില കൊടുത്താണ് ദൈവത്തിങ്കിലേക്ക് വന്നത്. അവരോട് ചോദിക്കുക, അവരുടെ ആ സമൂഹത്തിൽ നിന്നെല്ലാം വിട്ട് ദൈവത്തെ അറിഞ്ഞ് ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന ഒറ്റപ്പെടുന്ന ഒരവസ്ഥ സമൂഹത്തിൽ കണക്കായി അവരെ പിന്നെ കയറ്റത്തില്ല. അവരുടെ വീടുകളിൽ അവരുടെ കൂട്ടുകാരുടെ വീടുകളിൽ പോകാനൊക്കത്തില്ല. അവരുടെ ബന്ധുജനങ്ങളുടെ വീടുകളിൽ പോകാനൊക്കത്തില്ല. വീട് നടക്കുന്ന ഒരു ചടങ്ങുകൾക്കോ അവരെ വിളിക്കത്തില്ല. അങ്ങനെ എല്ലാത്തിലും ഒറ്റപ്പെട്ടവര്, കഷ്ടത അനുഭവിച്ചവര്, പീഡനം അനുഭവിച്ചവര് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രത്തോളം അനുഭവിച്ചത് വെറുതെ ആയോ? മറ്റൊരു സുവിശേഷത്തിന്റെ ലേക്ക് നിങ്ങൾ എങ്ങനെ മറിഞ്ഞു, അല്ലെ? ഇവരെ മറ്റൊരു സുവിശേഷത്തിലേക്ക് നടത്തിയ യഹൂദന്മാരാൽ തന്നെ ഇവര് അനുഭവിച്ചവരാണ്, കഷ്ടത അനുഭവിച്ചത്. നമുക്കറിയാം, പൗലോസിന്റെ ജീവിതം ലുസ്ത്രയിൽ വെച്ച്
പൗലോസിന് മരിക്കുമെന്ന് തോന്നുന്ന അവസ്ഥയിൽ, മരിച്ചു എന്ന് പറയപ്പെടുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ആ മരിച്ചു എന്ന അവസ്ഥയിൽ പോലും ആയിട്ടും അവിടുന്ന് എഴുന്നേറ്റ് പൗലോസ് നടന്നു. അപ്പൊ യഹൂദന്മാരാണ് അവർക്ക് അവിടെ പ്രശ്നം ഉണ്ടായത്. അവിടെ എല്ലാവർക്കും, ഈ യഹൂദന്മാരാൽ പോലും, അവരുടെ വീടുകളിൽ നിന്ന് പോലും സമൂഹത്തിൽ നിന്ന് പോലും പ്രശ്നം ഉണ്ടായി. ഇത്രത്തോളം അവർ അനുഭവിച്ചിട്ടും പിടിച്ചു നിന്നിട്ടും ഇപ്പോൾ എങ്ങനെയാ നിങ്ങള് സാത്താൻ മയക്കി, അല്ലെങ്കിൽ ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെ നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് പോകുന്നത്? എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത്ര വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസ പ്രസംഗം കേട്ടതിനാലോ? വീര്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ പ്രവൃത്തികളെ കുറിച്ച്, അത്ഭുതങ്ങളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് തന്നെ, ചെയ്തത് തന്നെ ഒരു വലിയ വീര്യപ്രവൃത്തിയാണ്. ഒരിക്കലും ആർക്കും ചെയ്യാൻ വയ്യാത്ത വലിയൊരു ഹൃദയ ശസ്ത്രക്രിയ ദൈവം നമുക്ക് ചെയ്തല്ലേ. മനുഷ്യർക്ക് കൈകൊണ്ടല്ലാത്ത ഒരു ശസ്ത്രക്രിയ ദൈവം ചെയ്തു. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കി, എത്ര കല്ലായിട്ടുള്ളൊരു ഹൃദയമായിരുന്നു നമ്മുടെ ഹൃദയം. ആ കല്ലായ ഹൃദയത്തെ മാംസളമാക്കി തീർത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആ ദൈവം നമുക്ക് നടത്തിയത്. അത് കൈകൊണ്ടല്ലാത്ത ഒരു പരിപാടിയാണ് ദൈവം ചെയ്തതല്ലേ. ആർക്കും അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒരു വീര്യപ്രവൃത്തികളും നോക്കണ്ട. നമ്മളൊക്കെ പലതും അനുഭവിച്ചവരാ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നില്ല, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നില്ല, മതകരമായ സുഖങ്ങളിലൂടെ കടന്നു പോകുന്നില്ല. നോക്കാനാണെങ്കിൽ ആയിരക്കണക്കിന് കാര്യങ്ങൾ അവനവന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏറ്റവും വലിയ ദൈവം ചെയ്ത് നമ്മുടെ ഹാർട്ടിനെ അങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റി വെച്ചു. അത് പിന്നെ കത്തി കൊണ്ടല്ലാതെ ദൈവം പ്ലെയിൻ ആയിട്ട് മാറ്റി തന്നു. അതിക്കുള്ള വലിയ വീര്യപ്രവൃത്തികൾ എന്താ? വീര്യപ്രവൃത്തികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എത്ര അനുഭവിച്ചു. ലുസ്ത്രയിൽ വെച്ച് പൗലോസ് ഒരു മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയില്ലേ? അതുപോലെ എത്ര പേരെ സൗഖ്യമാക്കി കാണും. പൗലോസ് നടന്നു പോകുന്ന സ്ഥലത്തുമൊക്കെ അവര് ആ നിഴല് പോലും കൊണ്ടു കഴിഞ്ഞ് പോയാൽ ആ നിഴലിൽ പോലും ഇരുന്ന പൗലോസിന്റെയും പത്രോസിന്റെയും ഒക്കെ നിഴലിൽ നടക്കുന്ന രോഗികൾ മൂലം സൗഖ്യമാകും നമ്മൾ കേട്ടിട്ടുണ്ട്. റൂമാൽ തൊടുന്നവര് പോലും സൗഖ്യമാകും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അത്രയൊക്കെ വീര്യപ്രവൃത്തികൾ നടന്ന ആ സ്ഥലത്ത് എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ ഈ വീര്യപ്രവൃത്തികളെല്ലാം അനുഭവിച്ചിട്ട് ഇത് വെറുതെ ആണോ? നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തുവാൻ, അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണോ അങ്ങനെ ചെയ്യുന്നത്? അപ്പം പാറമേൽ വിതച്ചതുപോലെ അങ്ങോട്ട് തൽക്കാലം വചനം കേട്ട് പിറകിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. അവരെ എങ്ങനെയും, ആദ്യം പറഞ്ഞതുപോലെ, അവരെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരു ആശയോടെയാണ് പൗലോസ് ഇത്രത്തോളം അവരോട് എഴുതുന്നത്. ദൈവം നിങ്ങളോട് കരുണ തോന്നി നിങ്ങളെ മക്കളാക്കി തീർത്തു. കർത്താവായ ക്രിസ്തുവിന്റെ ക്രൂശിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടി. നിങ്ങൾക്ക് ആത്മാവിനെ തന്നു, നിങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തു, നിങ്ങൾ ഇത്രയെല്ലാം അനുഭവിച്ചു. എന്നിട്ടും നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് മയക്കി കളയുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മള് ഗലാത്യ ലേഖനം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, പൗലോസിന്റെ ഒരു വേദന നമുക്ക് പല വാക്യങ്ങളിലും കാണുവാനായിട്ട് കഴിയും. ഞാൻ 1-2-3 വാക്യങ്ങൾ വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. 2 വാക്യങ്ങൾ പറയാം. ഗലാത്യ ലേഖനം 4:11. ഗലാത്യ ലേഖനം 4:11. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അവർ തെറ്റിപ്പോയി. പൗലോസിന്റെ ഭയപ്പാടാണ്. കൊരിന്ത്യരോടുള്ള ഭയപ്പാട് എന്തുവായിരുന്നു? ഞാൻ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനുള്ള നിർമ്മലത ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്, ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളോട് അറിയിച്ചത് വെറുതെ ആയി പോയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. 4:20. എന്റെ കുഞ്ഞുങ്ങളെ, ഇന്നു നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. എന്നാൽ ഞാൻ ഈ എഴുതുന്ന സമയം കൂടെ നിങ്ങളുടെ അടുത്ത് വന്നു നിങ്ങളെ ആശ്വസിപ്പിക്കുക, അല്ലെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്ന അത്രത്തോളം ആഗ്രഹവും ഒരു വിഷമത്തോടെയാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. എങ്ങനെയാണ് ആത്മാവ് കൊണ്ട് ആരംഭിച്ചവർക്ക് ജഡത്തോടെ സമർപ്പിക്കാനായിട്ട് കഴിയുന്നത്? കാരണം പറഞ്ഞു കേട്ട അറിവല്ല ഗലാത്യരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഉള്ളത്. 3 പ്രാവശ്യം അവിടെ പോയി അവരോട് കൂടെ ഇരുന്ന് അവരെ പഠിപ്പിച്ച്, ദൈവവചനം പഠിപ്പിച്ച് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇത്രത്തോളം അനുഭവിച്ചിട്ടും അവർ ദൈവത്തിൽ നിന്ന് മാറി മറ്റൊരു ക്രിസ്തുവിനെ അന്വേഷിക്കുവാനും മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറുവാനും ഇടയായി തന്നു. നാമും നമ്മെ തന്നെ നോക്കുക. നാം ഇത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വീര്യപ്രവൃത്തികൾ കണ്ടവരാണ്, വീര്യപ്രവൃത്തികൾ അനുഭവിച്ചതാണ്. അതിൽ നിന്നും മാറാതെ മുമ്പോട്ട് പോകുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, കേട്ട വചനത്തിൽ വിശ്വസിക്കുക, പുസ്തകം അനുസരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക്
ഒരു വാക്യം കൂടെ, 6-ാമത്തെ വാക്യം കൂടെ ഇന്ന് നോക്കാം. 6-ാമത്തെ വാക്യം തീരുവോന്ന് എനിക്കറിയില്ല, എങ്കിലും 10 മിനിറ്റ് ഉണ്ടല്ലോ. 6-ാമത്തെ വാക്യം നമുക്ക് പോകാം. 6-ാമത്തെ വാക്യം. അപ്പൊ നമ്മള് 1 മുതൽ 5 അല്ലെ, നമുക്ക് ഇവിടെ നിർത്തിയേക്കാം, മുക്തിയാലായില്ലേ അല്ലെ, 4-5-6 മിനിറ്റ് കൂടെ ഉള്ളു. നോക്കാം, നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം പഠിച്ചത്. ഗലാത്യർ ദൈവത്തിങ്കൽ നിന്ന് മാറി വേറൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഗലാത്യ ലേഖനം എഴുതുന്ന സമയത്ത് നമുക്ക് കാണാം, മറ്റ് ഏത് ലേഖനത്തിൽ നിന്നും വ്യത്യസ്തമായാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം എഴുതുന്നത്. ആദ്യം എല്ലാ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരു വന്ദനവും അവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടും അവരെ കുറിച്ച് സന്തോഷിക്കുന്നതായിട്ടും എല്ലാം നമ്മൾ എഴുതാറുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായി നേരിട്ടൊരു ശകാരത്തിന്റെ അവസ്ഥയിലേക്കാ പോകുന്നത് അല്ലെ. അവരെ ക്രിസ്തുവിന്റെ സുവിശേഷം അവര് കേട്ട സുവിശേഷം അവരനുസരിച്ച് അല്ലെ അവര് വിശുദ്ധ സുവിശേഷം മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അത് വേറൊരു സുവിശേഷം, വേറൊരു ക്രിസ്തു അതിലേക്ക് മാറിപ്പോവാനായിട്ട് ഇടയായിരുന്നു. അവരോട് പറയുന്നു, 3-ാമത്തെ അധ്യായത്തില് പത്രോസിന്റെയൊക്കെ ഉദാഹരണം പറഞ്ഞതിന് ശേഷം അവർ തങ്ങളുടെയും അനുഭവത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, യഹൂദ മതാസാനുകാരെ അവിടെ വന്ന് അവരെ ദൈവത്തിങ്കിലേക്ക് നിന്ന് മാറ്റുവാനായിട്ട് ശ്രമിച്ചപ്പോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ, വേറൊന്നും വേണ്ടാലോ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി, ക്രിസ്തുവിന്റെ വചനം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ നേരിൽ കാണുന്നത് പോലെ ആ കൊൽക്കത്തയിൽ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി. എന്നിട്ട് നിങ്ങൾ എങ്ങനെയായി മാറിപ്പോകുന്നത്? ആരാണ് നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവരോട് പറയുക, അവരിലൊരു ആത്മാവിനെ തന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നു. ക്രിസ്തുവിന്റെ വചനം കേട്ടതിന് ആത്മാവിനെ നിങ്ങൾ രക്ഷയിലേക്ക് വന്നു. ആ ആത്മാവിനെ തന്നവൻ അതിന്റെ വിശ്വാസത്തിന്റെ വചനത്താലോ വല്ല പ്രസംഗം കേട്ടതിനാലോ അല്ലോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ നിങ്ങൾ ആത്മാവിനെ കിട്ടിയത്? ഒരിക്കലുമല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്. അത് കഴിഞ്ഞ് പറയാ, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അങ്ങനെ വരരുത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ആത്മാവ് കൊണ്ടേ സമാപിക്കണം. വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ തുടർന്ന് വിശ്വാസത്തെ അവസാനിപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ അവരോട് പറയാം, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലെ. അവര് ദൈവത്തിങ്കിലേക്ക് വരുവാൻ കാരണമായി തീർന്നത് അതെല്ലാം അനുഭവിച്ച് നിങ്ങളുടെ ഇടയിൽ ദൈവം വീര്യപ്രവൃത്തികളെ ചെയ്ത് നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ്. അങ്ങനെ ആയിരിക്കുമോ നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ഇടയായി? 2 പ്രാവശ്യം അവരോട്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ ഇത്രയും ബുദ്ധികെട്ടവരോ? നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ച ജഡം കൊണ്ടോ സമാപിക്കുക. നിങ്ങൾ ഇത്ര വെറുതെ ആയിപ്പോയോ? നമുക്കും നമ്മളിലേക്ക് തന്നെ നോക്കാം. നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ക്രിസ്തുവിന്റെ വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ നാം ദൈവത്തിങ്കിലേക്ക് വന്നു. ദൈവം നമ്മെ ആത്മാവിനാൽ രക്ഷയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് ദൈവത്തിന്റെ വചനം തന്നു. നമ്മെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഇരിപ്പാൻ ദൈവം കൃപ തന്നു. എത്രയോ പേർക്ക്, എല്ലാവരും ഓരോ ഒഴിവുകളിലാണ് പറയുന്നത് ബൈബിൾ സ്റ്റഡിക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ. എനിക്ക് സമയമില്ല, എനിക്ക് ജോലിയായിരുന്നു, എനിക്ക് അതാണ് ഇതാ. ജോലി ഇല്ലാത്തവർക്ക് വേറെ പ്രശ്നങ്ങള്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും അത് പ്രശ്നങ്ങളെല്ലാം മാറി ദൈവം നമുക്ക് സമാധാനമായിട്ടിരുന്ന് ദൈവവചനം പഠിക്കാൻ ദൈവം കൃപ തന്നു. എന്തുകൊണ്ടാ? ദൈവം അത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മള് കർത്താവിന്റെ വചനം അനുസരിച്ച് അന്ത്യത്തോളം നിലനിൽക്കണം, വിശുദ്ധിയിലും വേർപാടിലും ആയിരിക്കണം എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മ ക്രിസ്തുവിന്റെ ആ പരിപൂർണതയിലേക്ക് നാം എത്തിച്ചേരണം, അവനോട് അനുരൂപമാകണം. കൺമീന്ന ദൈവമൊക്കെ വിളിക്കപ്പെടും. പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ നിത്യസ്നേഹത്താൽ നമ്മെ വിടുവിച്ചു, നമ്മെ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിച്ച് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് നമ്മെ എഫെസ്യ ലേഖനം 1:10 ഇങ്ങനെ പറയുന്നു, ആ കാല സമ്പൂർണതയിൽ സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന വ്യവസ്ഥയിലേക്ക് നമ്മെ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് ഓർമ്മ വേണം, ആ നിത്യജീവിതത്തിന്റെ അവകാശത്തിലേക്ക് നമ്മെ ആക്കി തീർക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. അല്ലാതെ ഈ ലോകത്ത് പല കാര്യങ്ങളും തന്ന് നമ്മളെ സന്തോഷത്തോടെ നടത്തുവാനായിട്ടല്ല. അതൊക്കെ തരും ദൈവം, എങ്കിലും ആദ്യമേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുന്ന അതോടുകൂടി നിങ്ങൾക്ക് സകലവും ലഭിക്കും. മുന്നമേ കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയാൽ ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.